ഞാനിപ്പോൾ ഉള്ളത് സ്റ്റാർട്ടപ്പിലാണ്. നോട്ട് അസാധുവാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പലതരത്തിലും ആളുകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സ്റ്റാർട്ടപ്പുകളെ അത്ര കണ്ട് ബാധിച്ചിട്ടില്ല. അവർക്ക് ലോങ് ടേമിൽ കൂടുതൽ ഗുണകരമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം നിക്ഷേപം വർദ്ധിപ്പിക്കാൻ, ഈ മേഖലയിലടക്കം നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നു. കൂടാതെ പുതിയ ആപ്പുകൾ രൂപീകരിക്കുന്നതിനടക്കം ഡിസൈൻ ചെയ്യുന്നതിനടക്കം ഉള്ള സുവർണ അവസരവും ഇതുവഴി ലഭ്യമായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട അധികൃതരും സ്റ്റാർട്ടപ്പുകളും ചേരുകയാണ്. ഇത് ഏത് തരത്തിലാണ് ഡിമോണിറ്റൈസേഷൻ ഗുണകരമായി അഡ്വാൻറ്റേജസ് ഒട്ടനവധി ഉണ്ട് എന്നാണ് പറയുന്നത്, എങ്ങനെയാണ്? ആക്ച്വലി ഒരു കോമൺ പേഴ്സണ് കുറച്ചും കൂടി ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫോൺസിനൊക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഐഡിയാസ് ഉള്ളവർ ഈ ചില്ലർ പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർക്ക് ഒരു ക്യൂവിൽ പോയി നിന്ന് ചെയ്യാനും പിന്നെ പേപ്പർ മീഡിയ പോലെയുള്ളവർ കുറച്ചും കൂടിയും ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 1 വീക്ക് നിങ്ങൾ മീഡിയയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോമൺ മാൻ ഇത് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്സിനും അതിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടി ഐ തിങ്ക് കുറച്ച് ഈ ഒരു 1 മന്തിനുള്ളിൽ അങ്ങനത്തെ ആപ്പ് യൂസ് ചെയ്യുന്നവരുടെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ സ്റ്റാർട്ടപ്സിനും അത് നല്ല കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിനടക്കം നിങ്ങൾ നേരത്തെ മുതൽ ഇത്തരത്തിലുള്ള ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനോട് കൂടുതൽ യൂസ്ഡ് ആകാനും കഴിഞ്ഞു അല്ലേ? അതെ, ഞാൻ കൂടുതലും നെറ്റ് ബാങ്കിങ്ങും അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഈ ഒരു പേടിഎം പോലത്തെ ആപ്ലിക്കേഷൻസ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ആൾ ഞാൻ കുറച്ചും കൂടി യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയയിൽ കണ്ടു, അറൗണ്ട് ഫോർട്ട് കൊച്ചിയിൽ ചെറിയ ഷോപ്സ് വരെ ഈ പേടിഎം വഴി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഒരു ലോ ലെവൽ ആൾക്കാർ വരെ നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഒരു അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ കേരള സൊസൈറ്റിയിൽ. മറ്റൊന്ന്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ പലതും റിസ്കി ഫാക്ടർ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതയുണ്ടോ ഈ സാഹചര്യത്തിൽ? അതെ, സത്യസന്ധമായി ഒരു അല്ലെങ്കിൽ ഒരു കമ്പനി എത്ര എമൗണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ട്രാവലിനോ എക്സ്പെൻസോ, ഇതെല്ലാം ഒരു ഇൻവെസ്റ്ററിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് ഒരു എക്സൽ പേപ്പർ കൊണ്ട് ചെല്ലാൻ കടന്നുള്ളത് ബാങ്ക് ഷീറ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്ററിന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന്. അതുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയും വളരെയായിട്ട് കൂടും. ഇതിനെ പൊതുവെ ലോങ് ടേമിൽ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളല്ലേ? അതെ, ലോങ് ടൈമിൽ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അത് എത്ര നാൾ വരെ അതിൻ്റെ പ്രോബ്ലം അഫക്റ്റ് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. വളരെ ഇതാണ് സ്റ്റാർട്ടപ്പുകൾ കൂടുതലായി പങ്കുവയ്ക്കുന്നത്. അത്തരത്തിൽ ഒരു ലോങ് ടേമിൽ കൂടുതൽ ഗുണകരമാകുന്നൊരു തീരുമാനം തന്നെയായിരിക്കും ഇത് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ക്യാഷ്ലെസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നു. ഇത് അവർക്ക് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കൂടുതൽ ആളുകൾ ഇത്തരം ട്രാൻസാക്ഷനിലേക്ക് വരുന്നത് കൊണ്ട് അവരുടെ ബിസിനസ്സിനും അത് കൂടുതൽ ഗുണകരമാകും എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഇതിനെ ഉറ്റുനോക്കുന്നത്.